സ്പേസ് എത്ര പഠിച്ചാലും മതിവരാത്ത, എത്ര അറിഞ്ഞാലും തീരാത്ത ഒരു അത്ഭുത പ്രതിഭാസം. സുനിത വില്യംസിൻ്റെ സ്പേസ് റിസർച്ചുമായി ബന്ധപ്പെട്ട യാത്രയെപ്പറ്റി പുതിയ അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമുക്ക് ആരാണ് സുനിത വില്യംസ് എന്ന് നോക്കാം. സുനിത വില്യംസ് വെരി ഫേമസ് ഇന്ത്യൻ ഒറിജിൻ അമേരിക്കൻ ആസ്ട്രോണറ്റ് ആണ്. അമേരിക്കൻ നേവിയിൽ സേവനമനുഷ്ഠിച്ച അവർ റിട്ടേൺ നേവി ഓഫീസർ കൂടിയാണ്. ഏറ്റവും കൂടുതൽ ബഹിരാകാശ നടത്തം നടത്തിയ വനിത എന്ന റെക്കോർഡിന് ഉടമ കൂടിയാണ് സുനിത വില്യംസ്. അദ്ദേഹം ഇന്ത്യൻ ഒറിജിൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യക്കാർക്കിടയിൽ വളരെയധികം പോപ്പുലാരിറ്റിയാണ് ലഭിക്കുന്നത്, വളരെയധികം ആകാംക്ഷയാണ് ലഭിക്കുന്നത്. എന്തിനാണ് സുനിത വില്യംസ് ഇന്റർനാഷണൽ സ്പേസ് സെന്ററിലേക്ക് പോയത്? ബോയിങ് സ്റ്റാർലൈനർ എയർ ക്യാപ്സ്യൂളിൽ ജൂൺ മാസത്തിൽ 8 ദിവസത്തെ മിഷന് വേണ്ടിയാണ് സുനിത വില്യംസ് ബോയിങ് വിൽമോറും ഒന്നിച്ച് ഇന്റർനാഷണൽ സ്പേസ് സെന്ററിലേക്ക് യാത്രയായത്. വെറും 8 ദിവസത്തെ ഒരു മിഷന് വേണ്ടിയാണ് ഇവർ രണ്ടുപേരും പോയത്. സ്പേസ് സെന്ററിന്റെ മെയിൻ്റെനൻസും സ്പേസ് വോക്കും അവിടെ നടക്കുന്ന ചില പര്യവേഷണങ്ങളിൽ പങ്കാളിത്തവും കൂടിയാണ് അവർ ഇരുവരും ഇന്റർനാഷണൽ സ്പേസ് സെന്ററിലേക്ക് തിരിച്ചത്. എന്തിനാണ് ഇവരുടെ തിരിച്ചുവരവ് മാറ്റിവെച്ചത് എന്ന് നോക്കാം. ഇവർ സഞ്ചരിച്ച ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ ക്യാപ്സ്യൂൾ ഹീലിയം ലീക്ക് കാരണം സ്പേസിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. അതിന്റെ ഹീലിയം ലീക്കും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും സ്പേസിൽ വെച്ചുകൊണ്ട് തന്നെ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. തുടർന്ന് ബോയിങ്ങിന്റെ ക്യാപ്സ്യൂൾ ക്രൂസ് ഒന്നുമില്ലാതെ ഭൂമിയിലേക്ക് മടങ്ങുകയാണ്. എങ്ങനെയാണ് ഇവരുടെ മടങ്ങിവരവ് എന്ന് നമുക്ക് നോക്കാം. നാസയുടെ പുതിയ അപ്ഡേറ്റ് പ്രകാരം വെറും 8 ദിവസത്തെ മിഷന് പോയ സുനിത വില്യംസും വിൽസ്മോറും 8 മാസങ്ങൾക്ക് ശേഷം, ഈ പരിവേഷണം 8 മാസങ്ങൾ നീണ്ടു നിൽക്കുകയാണ്. പുതിയ അപ്ഡേഷൻ പ്രകാരം 2025 ഫെബ്രുവരി മാസത്തിൽ മാത്രമേ ഇവർക്ക് മടങ്ങി വരുവാൻ കഴിയുകയുള്ളൂ. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂളിലായിരിക്കും ഇവരുടെ മടക്കമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് പുതിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇത് ക്രൂസിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എത്രത്തോളം ഹാനികരമാകും എന്നുള്ളത് പുതിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ക്രൂസിന്റെ സൈക്കോളജിക്കൽ മെന്റൽ ഇഷ്യൂസ് എങ്ങനെ ഇതുവരെ പിടിച്ചു നിർത്താമെന്നും, ബോൺ ലോസ്, റേഡിയൻ ഇഷ്യൂസ്, മസിൽ വീക്ക് ഇഷ്യൂസ് എന്നിവ എങ്ങനെ പരിഹരിക്കപ്പെടാമെന്നുമുള്ള ആശങ്ക എല്ലാവർക്കും ഉള്ളതായിട്ടാണ് ഇപ്പോൾ അറിവുള്ളത്. അതോടൊപ്പം തന്നെ ഈ ക്രൂസിന്റെ ഫാമിലി മെമ്പേഴ്സിന് എത്രത്തോളം ആങ്സൈറ്റി പരമായിട്ടും അവരുടെ ജീവിത രീതിക്കും അനുസരിച്ച് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റും എന്നുള്ളതും നാസയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്ക ഉളവാക്കുന്ന കാര്യങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക, കമൻറ്റ് രൂപത്തിൽ എഴുതി അറിയിക്കുക.